നമസ്കാരം. കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. ഉമ്മൻചാണ്ടിയുടെ ഭാര്യ മറിയാമ്മ ഉമ്മൻ്റെ പ്രസംഗം ഇപ്പോൾ വൈറലാവുകയാണ്, വിവാദമാവുകയാണ്. ഉമ്മൻചാണ്ടിയുടെ രണ്ടാം ചരമവാർഷികത്തിൽ നടന്ന പരിപാടിയിൽ അവർ പങ്കെടുത്ത് പ്രസംഗിച്ചപ്പോഴുള്ള വീഡിയോയാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെയും അല്ലെങ്കിൽ UDFിൻ്റെയും എതിരാളികൾ, പ്രത്യേകിച്ച് CPMകാർ വ്യാപകമായി പ്രചരിപ്പിക്കുന്നത്. കാരണം ഉമ്മൻചാണ്ടി അറിഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫിലുള്ള ടെനി ജോപ്പനെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അറസ്റ്റ് ചെയ്തതെന്നാണ് ഇതുവരെ കോൺഗ്രസ് നേതാക്കൾ പ്രചരിപ്പിച്ചിരുന്നത്. VD സതീശൻ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഉമ്മൻചാണ്ടിയുടെ അറിവോടെയും സമ്മതത്തോടും കൂടിയാണ് ടെനി ജോപ്പനെ സോളാർ കേസിൽ അറസ്റ്റ് ചെയ്തതെന്നാണ്. എന്നാൽ ഇപ്പോൾ മറിയാമ്മ ഉമ്മൻ ആ രഹസ്യം വെളിപ്പെടുത്തിയിരിക്കുന്നു. ഉമ്മൻചാണ്ടി UN അവാർഡ് വാങ്ങിക്കാൻ ഖത്തറിൽ പോയപ്പോഴാണ് ഈ ടെനി ജോപ്പനെ സോളാർ കേസിൽ അറസ്റ്റ് ചെയ്തെന്നും ഉമ്മൻചാണ്ടി ഈ സംഭവം അറിഞ്ഞിട്ടേ ഇല്ലെന്നും താൻ ഈ സംഭവം അറിഞ്ഞു കേട്ട് ഉമ്മൻചാണ്ടി ഞെട്ടി വിറളി പിടിച്ച് അല്ലെങ്കിൽ വിളറിപ്പോയി തൻ്റെ മുഖത്തേക്ക് ദയനീയമായി നോക്കി നിന്നുവെന്നും എന്ത് ചെയ്യണമെന്ന് പോലും അദ്ദേഹത്തിന് അറിയില്ലായിരുന്നുവെന്നുമാണ് മറിയാമ്മ ഉമ്മൻ തൻ്റെ പ്രസംഗം മധ്യേ പറഞ്ഞത്. ഉമ്മൻചാണ്ടി വളരെയേറെ കഷ്ടതകളും ഹൃദയവേദനകളും അനുഭവിച്ചിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം സഹായിച്ച അദ്ദേഹത്തിൻ്റെ അനുയായികൾ എന്ന് പറയുന്ന ഒറ്റ കോൺഗ്രസ് നേതാവ് ആ വീട്ടിലേക്കെത്തി ഒന്ന് സ്വാന്തനിപ്പിക്കാൻ തയ്യാറായില്ലെന്നും ഈ ഉമ്മൻചാണ്ടിയുടെ ഭാര്യ മറിയാമ്മ ഉമ്മൻ പറയുന്നു. ഇത് ചാണ്ടി ഉമ്മന് നന്നായി അറിയാമെന്ന് അവർ പറയുന്നുണ്ട്. കാരണം ഇത്രയും നാൾ കോൺഗ്രസ് പറഞ്ഞ് വിശ്വസിപ്പിച്ചിരുന്നത് ഉമ്മൻചാണ്ടിയുടെ അറിവോടെയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ടെനി ജോപ്പനെ അറസ്റ്റ് ചെയ്തെന്നുള്ളതാണ്. എന്നാൽ ടെനി ജോപ്പനെ അറസ്റ്റ് ചെയ്ത വിവരം ഉമ്മൻചാണ്ടിയോട് പറയുന്നത് ഉമ്മൻചാണ്ടിയുടെ കൂടെ ഉണ്ടായിരുന്ന മന്ത്രി KC ജോസഫ് ആയിരുന്നു അത്രേ. കാരണം ഖത്തറിൽ നിന്ന ഉമ്മൻചാണ്ടി ഇത് കേട്ട് ഞെട്ടിപ്പോയി, പരവശനായി ഭാര്യ മറിയാമ്മ ഉമ്മൻ്റെ മുഖത്തേക്ക് തുറിച്ചു നോക്കി. അത്രയും ദുർബലനായി താൻ ഒരിക്കലും തൻ്റെ ജീവിതത്തിൽ ഉമ്മൻചാണ്ടിയെ കണ്ടിട്ടില്ല എന്നാണ് മറിയാമ്മ ഉമ്മൻ പറയുന്നത്. അപ്പോൾ ഇത് വലിയൊരു ഗൂഢാലോചന, കോൺഗ്രസ് നേതാക്കൾ നടത്തിയ വലിയൊരു ഗൂഢാലോചനയായിരുന്നു ഈ ടെനി ജോപ്പൻ്റെ അറസ്റ്റ് എന്നാണ് മറിയാമ്മ ഉമ്മൻ പറഞ്ഞത്. യഥാർത്ഥത്തിൽ മറിയാമ്മ ഉമ്മൻ അവിടെ ലക്ഷ്യം വെച്ചത് ആരെയാണ്? ലക്ഷ്യം വെച്ചത് ഇപ്പോഴത്തെ കോൺഗ്രസ് നേതൃത്വത്തെ തന്നെയാണ്. VD സതീശനും ഷാഫി പറമ്പിലും തിരുവഞ്ചൂർ രാധാകൃഷ്ണനൊക്കെ ഉൾപ്പെടുന്ന ഇപ്പോഴത്തെ കോൺഗ്രസ് നേതൃത്വം തന്നെയാണ് മറിയാമ്മ ഉമ്മൻ അവിടെ ഉന്നം വെച്ചത്. കാരണം ഉമ്മൻചാണ്ടിയെ വളരെയധികം ബുദ്ധിമുട്ടിക്കുകയും അദ്ദേഹത്തെ കഷ്ടപ്പെടുത്തുകയും അദ്ദേഹത്തെ ആരോപണ ശരങ്ങൾ അദ്ദേഹത്തിന് നേരെ പാഞ്ഞു വന്നപ്പോൾ പിന്നിൽ നിന്ന് അദ്ദേഹത്തെ കുത്തുകയും ചെയ്ത നേതാക്കളാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ തലപ്പത്തിരിക്കുന്നത്. അവരാണ് ഇപ്പോൾ കോൺഗ്രസിനെയും UDFിനെയും നയിക്കുന്നത് എന്ന് തന്നെയാണ് മറിയാമ്മ ഉമ്മൻ ഉമ്മൻചാണ്ടിയുടെ ചരമവാർഷികത്തിൻ്റെ അന്ന് സ്റ്റേജിൽ വെച്ച് പറഞ്ഞത്. ഇത് അവിടെ കൂടിയിരുന്ന എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്തു. കാരണം ഇത് VD സതീശൻ പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ പറഞ്ഞു, ഉമ്മൻചാണ്ടി അറിയാതെ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ട ഒരാളെ അറസ്റ്റ് ചെയ്യോ, എന്ത് വിഡ്ഢിത്തരമാണ് നിങ്ങൾ പറയുന്നതെന്ന് CPMകാരോട് നോക്കി VD സതീശൻ പറഞ്ഞാണ്. എന്നാൽ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ, ഉമ്മൻചാണ്ടിയുടെ ഭാര്യ പറയുന്നു അദ്ദേഹം ഇത് അറിഞ്ഞിട്ടേ ഇല്ല. ടെനി ജോപ്പൻ എന്ന തൻ്റെ പേഴ്സണൽ സ്റ്റാഫിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ TV-യിൽ കണ്ടാണ് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ഈ വിവരം അറിയുന്നതെന്നാണ് അവർ പറയുന്നത്. കാരണം അറസ്റ്റ് ചെയ്യിച്ച ആൾക്ക്, അതാരായാലും അയാൾക്കൊരു ഉദ്ദേശമുണ്ടായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ട ആളെ അറസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കും, അവിടെ താൻ കയറി ഇരിക്കും. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് അദ്ദേഹം പിന്നിൽ നിന്ന് ഈ ശക്തിയായ കുത്തു നൽകിയത്. പക്ഷേ ഉമ്മൻചാണ്ടി അവിടെ വീണില്ല. അദ്ദേഹം അവിടെ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കാൻ തയ്യാറായില്ല. കാരണം ഒരു സ്ത്രീയുടെ ആരോപണത്തെ തുടർന്ന് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞുവെന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടും. അത് തങ്ങൾ ആഗ്രഹിച്ചിരുന്നില്ല എന്നാണ് മറിയാമ്മ ഉമ്മൻ പറയുന്നത്. യഥാർത്ഥത്തിൽ അവർ ലക്ഷ്യം വയ്ക്കുന്നത് ഉമ്മൻചാണ്ടിയെ പിന്നിൽ നിന്ന് കുത്തിയത് ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും വിശ്വസ്തനായ തിരുവഞ്ചൂർ രാധാകൃഷ്ണനായിരുന്നുവെന്നും VD സതീശൻ ഉൾപ്പെടെയുള്ളവർ അതിന് ഇപ്പോൾ പിന്തുണ നൽകി, അല്ലെങ്കിൽ അതിന് ഒരു മറചമയ്ക്കുകയായിരുന്നുവെന്നാണ് ഇപ്പോൾ മറിയാമ്മ ഉമ്മൻ പറയുന്നത്. ഇപ്പോഴത്തെ കോൺഗ്രസ് നേതൃത്വം തന്നെ ആണ് അതിന് ഉത്തരവാദിത്വം, അല്ലെങ്കിൽ അവരുടെ കൂരമ്പുകൾ ചെന്ന് തറയ്ക്കുന്നത് ഇപ്പോഴത്തെ കോൺഗ്രസ് നേതൃത്വം തന്നെയാണ്. ഉമ്മൻചാണ്ടിയുടെ പഴയ വിശ്വസ്തർ എന്ന് പറയുന്നവർ തന്നെയാണ് ഉമ്മൻചാണ്ടിയെ ചതിച്ചത്, അല്ലാതെ പിണറായി വിജയനോ CPMോ ഒന്നും അല്ല എന്നാണ് മറിയാമ്മ ഉമ്മൻ അസന്നിഗ്ധമായി വ്യക്തമാക്കിയത്.